കഷ്ടതയുടെ കഠിന ശോധനയിലും കാലുകൾ ഇടറാതെ കൈപിടിച്ചുയർത്തുന്ന കർത്താവിൻ്റെ സ്നേഹം. കരുതലിൻ കരങ്ങൾ. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് രാജേഷ് പിള്ള എന്നാണ്. എൻ്റെ സ്വദേശം കാർത്തിപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ഏകദേശം 32 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വലിയവനായ ദൈവത്തെ കാണാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്. അതിപ്രകാരമായിരുന്നു. ഞങ്ങൾ ഹരിപ്പാടിൻ്റെ ക്ഷേത്ര നഗരിയിൽ ജനിച്ചു വളർന്ന വ്യക്തികളാണ്. ഞാനും എൻ്റെ അമ്മയും തികഞ്ഞ ഹൈന്ദവ ദൈവഭക്തന്മാരായിരുന്നു. എൻ്റെ പിതാവിൻ്റെ പേര് ദാസപ്പൻ പിള്ള എന്നാണ്. അദ്ദേഹത്തെ നാട്ടിലൊക്കെ ആൾക്കാർ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം വലിയൊരു ജന്മി കുടുംബത്തിലെ ഏക മകനായിരുന്നു. ഞാൻ തികച്ചും ജനിച്ചപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് എൻ്റെ ജീവിതം മുൻപോട്ട് പോയത്. നമുക്കറിയാം, 4 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അപ്പോഴത്തേക്ക് തികച്ചും ഞങ്ങൾ വളരെ ദുഃഖമായ കാര്യങ്ങളിലൂടെ മുൻപോട്ട് പോകേണ്ടതായിട്ട് വന്നു. ഞങ്ങളുടെ ലൈഫ് കുത്തനെ മറിഞ്ഞു. അപ്പൻ നഷ്ടപ്പെട്ടു. എൻ്റെ പിതാവിന് 2 കുടുംബങ്ങളാണ്. ഒരു വലിയ കുടുംബമുണ്ട്, ഒരു ചെറിയ കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ അമ്മയുടെ ഒരേ ഒരു മകനാണ് ഞാൻ. വസ്തുവകൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു. പട്ടിണിയുടെ ഒരു വല്ലാത്ത നാളുകളിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ വളർന്നത് വളരെ കുസൃതിയായിട്ടാണ്. എനിക്ക് പണ്ട് 33 വർഷം മുമ്പ് ഹരിപ്പാട്ടുകാരുടെ ഒരു പേരുണ്ട്, ചട്ടമ്പി രാജേഷ്. എന്നാൽ ഈ ദൈവവചനം എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് എൻ്റെ ആ പേര് മാറ്റി. അതെ, നമ്മൾ പറയും, ബിഫോർ ഐ വാസ് എ കാറ്റർപില്ലർ ബട്ട് ആഫ്റ്റർ റിസീവിങ് ജീസസ് ക്രൈസ്റ്റ് ഐ ബിക്കം എ ബട്ടർഫ്ലൈ. ദൈവം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ആ കഥയാണ്, ആ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൻ മരിച്ചു. ചെറുപ്പം മുതൽ ബാഡ് ഹാബിറ്റിന് വിധേയനായി തീരുവാനിടയായി തീർന്നു. ആ ദേശത്തുള്ള എല്ലാവർക്കും സിഗരറ്റ് അല്ലെങ്കിൽ മദ്യം എങ്ങനെ കുടിക്കാം, എങ്ങനെ വലിക്കാമെന്ന് ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ കൂടെ ഒറ്റ മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ ഉത്സവപ്പറമ്പുകളിലോ കളിക്കാനോ അവർ സമ്മതിക്കുകയില്ല. കാരണം എൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ചട്ടമ്പികളായി മാറുമെന്നുള്ളൊരു ഭയം മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ അതാരാ, അത് രാജേഷ്, ഇതാരാ, ഇത് രാജേഷ്, അതാരാ, അതും രാജേഷ്. ഇങ്ങനെ പലപ്പോഴും ബാഡായിട്ടുള്ള പേരുകൾ കേട്ട് എൻ്റെ പേര് ഏറ്റവും കൂടുതൽ അവിടെ ദുഷിക്കപ്പെടുവാനിടയായി തീർന്നു. ആരും കൺട്രോൾ ചെയ്യുവാനില്ല. അമ്മ വളരെ ബന്ധപ്പെട്ടാണ്, വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ ആ ഒരു കഷ്ടതയൊക്കെ ഉണ്ടോ എന്ന് എനിക്കന്നത് മനസ്സിലായില്ല. ഞാൻ എന്താ പറഞ്ഞത്, ഒരു വല്ലാത്ത ഒരു പ്രകൃതത്തിനടിമയായി തീർന്നു. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകും. സപ്താഹങ്ങൾ, കാവടി, അതുപോലെ ശബരിമല, ഇങ്ങനെയുള്ള എല്ലാ ഹൈന്ദവരായ ഭക്തർ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ ഭക്തിക്കനുസരമായ കാര്യങ്ങളെല്ലാം ചെയ്താണ് മുൻപോട്ട് പോയത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നില്ല. അമ്മ പോകാത്ത അമ്പലങ്ങളില്ല, ക്ഷേത്രങ്ങളില്ല, അയക്കാത്ത സ്ഥലങ്ങളില്ല. അമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥന ഇതായിരുന്നു, എൻ്റെ മകൻ നല്ലൊരു മകനായി തീരണം, സമൂഹത്തിൽ നല്ല പേര് വേണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, ഇതായിരുന്നു. പക്ഷേ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ വിസ്താര ഭയത്താൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഏതാണ്ട് 3 സ്കൂളുകളിലാണ് എൻ്റെ വിദ്യാഭ്യാസം 1 മുതൽ 10 വരെ പൂർത്തീകരിച്ചത്.
1-ാം ക്ലാസ് മുതൽ വലിയ കുസൃതി കുട്ടിയായി വളർന്നു. 7-ാം ക്ലാസ് ആയപ്പോൾ ഹരിപ്പാട് മലയാളം പള്ളിക്കൂട്ടത്തിൽ എന്നെ വഹിക്കാതെയായി. അവിടെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, ശങ്കരക്കുറുപ്പ് എന്ന് പറയും. ശങ്കരക്കുറുപ്പ് സാറ്, കൃഷ്ണപിള്ള സാറ് വിളിച്ചിട്ട് പറയും, കർദ്യാനിയമ്മേ, ഈ മോനെ വേറെ എവിടെങ്കിലും കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. കണ്ണുനീരോടെ അമ്മ എന്നെ കണ്ട് എപ്പോഴും സ്കൂളിൽ നിന്ന് പോകാറുള്ളൂ. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറി. അതെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് റൂമിൽ ഇരുന്നല്ല പഠിച്ചത്, മറിച്ച് ഹെഡ് മാസ്റ്റർ റൂമിൽ ഇരുന്നാണ് പഠിച്ചത്. കാരണം മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ടീച്ചർമാർ പൊതുവെ ഭയന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഹരിപ്പാട് ടൗണിനടുത്ത് ഒരു പെന്തക്കോസ്തുകാരൻ അച്ചായനുണ്ടായിരുന്നു. അച്ചായൻ ചെറിയൊരു ഗ്രോസറി, ചെറിയ ചെറിയ കടകൾ നടത്തിക്കൊണ്ടിരിക്കുക എന്ന ആളായിരുന്നു. അമ്മ വളരെ വിഷാദയായി അവിടെ ചെന്നു. അപ്പോൾ അമ്മയോട് ചോദിച്ചു, എന്താ കർദ്യാനിയമ്മ, എന്തു പറ്റി? പറഞ്ഞു, അച്ഛാ എന്തു പറയാനാ, മോനിങ്ങനെ വളരെ എന്താ പറയുന്നത്, ദുസ്വഭാവത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. സിഗരറ്റ് ചെറുപ്പത്തിൽ തന്നെ വലിക്കാൻ തുടങ്ങി, മദ്യം കുടിക്കാൻ തുടങ്ങി, ആരെയും ഭയമില്ലാതായി, വലിയ പ്രശ്നങ്ങൾ സ്കൂളിലും ക്ഷേത്രങ്ങളിലും പോകുന്ന വഴികളിലും എല്ലാം വലിയ പ്രശ്നക്കാരനായി മാറിക്കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ അവിടെ നിന്ന് മാറ്റി പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ എന്നെ നേരെ അദ്ദേഹം പറഞ്ഞു, എൻ്റെ 3 മക്കൾ തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട്, അവിടെ രാജേഷിനെയും കൊണ്ടുപോകാം. കാരണം രാജേഷ് സെമി ഓർഫൻ ആണല്ലോ. ആ ഒരു കെയർ ഓഫിൽ എന്നെ 7-ാം ക്ലാസ്സിൽ തിരുവനന്തപുരത്തേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന, ജർമ്മനിയിലെ മിഷണറിമാർ നടത്തുന്ന ഒരു ബാലഭവനിലേക്ക് എന്നെ അയക്കുവാനായിട്ടിടയായി തീർന്നു. 7-ാം ക്ലാസ്സിൽ ഞാൻ അവിടെ ചെന്നു. നല്ല കുട്ടിയായിട്ട് പഠിക്കുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ 8-ാം ക്ലാസ്സും 9-ാം ക്ലാസ്സും അവിടുത്തെ ആ ഹോസ്റ്റലിലെ വലിയൊരു ഗ്യാങ് ലീഡറായി ഞാൻ മാറി. സ്കൂളിലും ഭയങ്കര പ്രശ്നമായി. തിരുവനന്തപുരം പേട്ട BHS സ്കൂളിലാണ് ഞാൻ എൻ്റെ 8 മുതൽ 9, 7, 8, 9 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അവിടെ ഞാൻ ഇൻകംപ്ലീറ്റ് ആയി. അപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞു, ഹരിപ്പാട്ടുകാർ, ദേശക്കാരെല്ലാം പറഞ്ഞു, രാജേഷിനെ ദുർഗുണ പരിപാഠശാലയിൽ പഠിപ്പിക്കാൻ പോയിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ഒത്തിരി കുസൃതികളായിരിക്കുന്നവർ ദുർഗുണ പരിപാഠശാലയിലായിക്കൂടാ എന്ന് പലരും ഭീഷണിപ്പെടുത്താറുണ്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാനവിടെ പോയി അടച്ചിട്ട വലിയൊരു ബിൽഡിങ്ങിനകത്ത്, അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ഫ്രീ ആകുന്നത്. എന്നാൽ അവിടെ ചെന്നത് മുതൽ ഒരു പുതിയ നിയമം എനിക്ക് വായിക്കുവാൻ കിട്ടി. ചെറിയ ചെറിയ ദൈവദാസന്മാർ വന്ന് ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. യേശു ലോകമെങ്ങുമുള്ള ബാലകരുടെ സ്നേഹിതൻ, ഇന്ത്യൻ, ചൈനർ, ആഫ്രിക്കൻ എല്ലാ രാജ്യക്കാരെയും ഒന്നുപോലെ സ്നേഹിക്കുന്ന ഒരു യേശു തന്നെ. ഈ പാട്ടൊക്കെ അത്ഭുതവാൻ, ആശ്ചര്യവാൻ യേശു പരൻ, ദിനംതോറും മാധുര്യവാൻ അവൻ എനിക്ക്, യേശുവൻ സ്വന്തം കൈവിടിലെന്നെ, യേശുവന്ത ഉള്ള ബിംബമാകെ മാറും. ഈ പാട്ടുകളൊക്കെ ചെറിയ ചിൽഡ്രൻസ് മിനിസ്ട്രിക്കാർ ഒരു അക്കോഡിയമൊക്കെ ഇട്ട് വായിച്ച് മാത്യു സാറൊക്കെ വന്ന് പാടുമ്പോൾ ഞാൻ കൗതുകത്തോടെ അത് കേട്ടുകൊണ്ടിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ രാമായണങ്ങളും അതുപോലെ തന്നെ കീർത്തനങ്ങളും ഒക്കെ പാടുന്ന ആളായിരുന്നു. അപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ ബൈബിളൊക്കെ വായിച്ചു. പക്ഷേ എന്നുള്ള കുസൃതി കാരണം എനിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ഇൻകംപ്ലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് 9-ാം ക്ലാസ്സിൽ തിരിച്ച് വീണ്ടും ഹരിപ്പാട്ടെത്തി. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു, ആണ്ട്രാ ശങ്കരൻ തെങ്ങെ തന്നെ വീണ്ടും ഇവൻ എങ്ങും പോയാൽ രക്ഷപ്പെടത്തില്ലയോ എന്നൊരു ക്വസ്റ്റ്യനൊക്കെ അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ 2-ാമത്തെ വർഷം അമ്മയോട് ഈ 15 പൈസ വിലയുള്ള അന്നത്തെ ഒരു മഞ്ഞ കാർഡുണ്ട്. ആ കാർഡിനകത്ത് എഴുതി, അമ്മേ അടുത്തുള്ള ഒരു പള്ളിയിൽ പോകണം അമ്മ, അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ പോകണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് അകംകുടി മർത്തോമ ചർച്ച് ഉണ്ട്, അവിടെ പോകുന്ന കാര്യമാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. പക്ഷേ അമ്മ നേരെ പോയത് വിയൂരത്ത് പെന്തക്കോസ്തുകാർ ആരാധിക്കുന്ന ഒരു സഭയിലേക്കാണ്. അവിടെ കടന്നു ചെന്നു. കമ്പലും ഒക്കെ മാറ്റി നെരിയത് മാത്രം എടുക്കുന്ന, മുണ്ട് സെറ്റുകൾ മാത്രം എടുക്കുന്ന അമ്മയായിരുന്നു. സാരിയൊക്കെ എടുത്തു. അമ്മയ്ക്കൊരു ചെറിയൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു മുറുക്കാൻ. ഇതെല്ലാം മാറി ഞാൻ വെക്കേഷൻ വന്നപ്പോൾ അമ്മയുടെ ജീവിതത്തിലെ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ഇത്? പറഞ്ഞു, ഞാൻ വിയൂരത്താണ് ആരാധനയ്ക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു, അമ്മ അടുത്തുള്ള മർത്തോമ ചർച്ച് പോയാൽ മതിയല്ലോ, അതല്ലേ നല്ലത്. കാരണം ഞാനവിടെ CSIയിലാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത്. VBSന് നല്ല VBS, യേശുവെ നോക്കുക, കുഞ്ഞാടെ വീക്ഷിക്കുക, രക്ഷിപ്പാൻ നിന്നെ അവൻ മാത്രം ശക്തൻ, യേശുവെ നോക്കുക. ഈ പാട്ടുകളെല്ലാം ചെറുപ്പത്തിൽ പാടി നമ്മളെ പഠിപ്പിച്ചാൽ അതൊരിക്കലും നമ്മൾ മറക്കത്തില്ല. ഇന്നത്തെ പാട്ടുകൾ പാടാനായിട്ട് നമ്മൾ
ലിറിക്സ് നോക്കണം. പക്ഷേ അന്ന് കുഞ്ഞുനാളിൽ പഠിപ്പിച്ച പാട്ടുകളൊക്കെ ഉറക്കത്തിൽ വിളിച്ചാൽ പോലും പെട്ടെന്ന് നമുക്ക് പറയുവാനുള്ള എന്താ പറഞ്ഞത്, ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെ സ്വർഗ ജൈസ സുന്ദർ ജഗ മേര ഈശ്വര ഹത്താവഹ പാപു നഹി വഹ താപു നഹി വഹ ഭൂക്ക് നഹി വഹ പ്യാസ് നഹി. സ്വർഗരാജ്യം സുന്ദരമേ, യേശുരാജൻ വാഴും സ്ഥലം, പാപമില്ല, ഒരു പൈതാഹമില്ല, നിത്യ നരകമില്ല എന്നുള്ള ആ പാട്ടുകളൊക്കെ ആ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയല്ലയോ. അപ്പോൾ എന്നാലും എനിക്ക് സിനിമ കാണണം. കാരണം എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ മുമ്പിൽ സുരേഷ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. അവിടെ കയറിയിരുന്ന് സിനിമ കാണുന്നതിന് പൈസ വേണ്ട. സ്കൂളിൽ പോകാതെ ഒരു പടം 10-21 പ്രാവശ്യം വരെ കാണുമായിരുന്നു. എന്നാൽ തിരിച്ചു വന്നു. അമ്മയുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ ഞാൻ വീക്ഷിക്കുവാൻ തുടങ്ങി. 10ാം ക്ലാസ് കഷ്ടിച്ച് ജയിച്ചു. നെയ്യാർകുളങ്ങര TKM കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തിരുവനന്തപുരത്ത് ഭയങ്കര ക്യാമറ സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്, ഫിലിമിലാണ് അവർ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ പറഞ്ഞു, ഇവനെ നീ വളർത്തി അവരുടെ കൊടുത്താൽ മതി. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരെ സിനിമ ഫീൽഡിലേക്ക് അവനെ അയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആഗ്രഹം മുഴുവനും ഒരു അഭിനയ നേതാവായി മാറണമെന്നാണ്. കാരണം ഞാൻ ജനിച്ചത് വളരെ ലേറ്റായിട്ടാണ്. ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിലാണ് ഭക്തന്മാരാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിഡൻ്റായിരുന്നു എൻ്റെ പിതാവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ കുടുംബത്തിലെ ഒരു പിതാവിൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ ഞാൻ ജനിക്കാതെ അവരെ ഒത്തിരി പുണ്യകർമ്മങ്ങൾ ചെയ്തപ്പോൾ, ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ പേര് നാഗേഷൻ നടണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛന് സിനിമാ നടന്മാരെ ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദി സിനിമാ നടന്മാർ, രാജേഷ് ഖന്ന. അപ്പോൾ എൻ്റെ പേര് രാജേഷ് എന്നിട്ടു, രാജേഷ് പിള്ള എന്നിട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഈ സിനിമയോടും ഫോട്ടോയോടും ഫിലിമിനോടും വലിയ വലിയ താല്പര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഹരിപ്പാട് ഒരു ചെറിയ മിമിക്സ് ഗ്രൂപ്പ് ഫോം ചെയ്തു. അവിടുത്തെ ക്ഷേത്രങ്ങളിലെല്ലാം എൻ്റെ മിമിക് പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി. കോളേജിൽ എനിക്ക് പ്രൈസ് കിട്ടി. വലിയ അന്നത്തെ നടന്മാർ, അമിതാഭ് ബച്ചൻ അതുപോലുള്ള വലിയ സൂപ്പർ സ്റ്റാറുകളുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ആ ഫിലിമിലേക്ക് പതുക്കെ കയറുവാനുള്ള ചാൻസുകൾ വളരെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നും ബൈബിൾ വായിക്കും, ഞാൻ അഭിനയ നേതാവായി മാറി. പക്ഷെ അമ്മ എന്നും പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി. ഞാൻ വളരെ ലേറ്റായിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ കടപ്പുറയിലെ ജനൽ തുറന്നു നോക്കുമ്പോൾ ശബ്ദം കേൾക്കാം, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മ. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ പ്രാർത്ഥിക്കുന്നൊന്നും ദൈവം കേൾക്കത്തില്ല, ഞാൻ വലിയ അഭിനയ നേതാവായി മാറും. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒരിക്കൽ ദൈവത്തിൻ്റെ ദാസനായി മാറും, അനേകരോട് നീ സുവിശേഷം പറയുന്ന ഒരു വ്യക്തിയായി മാറുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനും അമ്മയും ക്ലാഷ് ആയിരുന്നു ആ വിഷയത്തിൽ. പക്ഷെ ഒരു കാര്യം പ്രിയരെ, പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് ജയിക്കുന്നത്. അമ്മമാരുടെ കരച്ചിൽ ഒരിക്കലും ദൈവം അതെ കാണാതെ പോകത്തില്ല. അതിനെ ഓരോരുത്തരെയും സ്പെഷ്യലായിട്ട് തുരുത്തിയിൽ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നമ്മ ഈ ബൈബിളും എടുത്തുകൊണ്ട് ഹരിപ്പാട് കുരിശുമൂടിൽ നിൽക്കും. അന്ന് ആ പ്രദേശത്തൊന്നും പെന്തക്കോസ്റ്റൽ സഭകളില്ല. ആൾക്കാർ ഇവിടെ കരുതാൻ വെറുതെ ഈ ബൈബിൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ മോൻ ഒരിക്കലും ശരിയാകാൻ പോകുന്നല്ലോ. കാരണം എൻ്റെ സ്വഭാവം വെച്ച് അവർ അളന്നു നോക്കിയപ്പോൾ എത്ര പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അമ്മ പറഞ്ഞു, ഈ ബൈബിളിനെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ രക്ഷപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലേലും അവൻ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെ അഭ്യന്തഗ്രോവിൻ്റെയും ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഓ, അങ്ങനെ ഒരു വലിയ വിശ്വാസത്തിൽ നിൽക്കുവാനായിട്ടിടയായി തീർന്നു. 1985 എൻ്റെ അമ്മ, അന്ന് ആ ദേശത്താരും ഒരു പെന്തക്കോസ്തുകാര് ഇല്ലാത്തൊരു ഹൈന്ദവ നഗരിയിൽ ആദ്യമായിട്ട് സത്യദൈവത്തെ സേവിക്കുവാനായിട്ട് എൻ്റെ പ്രിയ മാതാവ് ഇറങ്ങിത്തിരിച്ചു. എന്തിനാണെന്നറിയാമോ? ഈ സാക്ഷ്യം പറയുന്ന വ്യക്തി ദൈവമകനായി തീരണം, നല്ല വ്യക്തിയായി തീരണം, സമൂഹത്തിൽ ആമേ സഹായമുള്ളവനായി തീരണം. അതിനുവേണ്ടി എൻ്റെ അമ്മ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രിയരെ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ആമേനെ 7 വർഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ TKM കോളേജിൽ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ വലിയ പ്രശ്നമാണ് എന്നെ കൊണ്ട് TKM കോളേജിൽ. ഏകദേശം പല കേസുകൾ TKM കോളേജിൽ എന്നിലൂടെ സൃഷ്ടിക്കുവാനിടയായി തീർന്നു. എന്നെ കൊണ്ട് തലവേദനയായി. എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്താണ് അന്നത്തെ പ്രിൻസിപ്പൽ പവിത്ര സാർ. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ്
പീരീഡിൽ സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് ടൈമിലാണ് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി SCPFന്റെ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ്. രാജേഷ് പ്ലീസ് കം, ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് പ്രയർ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സോടെ അന്ന് എന്നെ കാണുന്നവർക്കെല്ലാം പേടിയാണ്, കോളേജിൽ പേടിയാണ്. ഞാൻ അവിടെ ചെന്നു പ്രാർത്ഥനയിലിരുന്നു. അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ ഉണ്ട് അതിനകത്ത്. ഒരു വല്ലാത്ത അനുഭവം എൻ്റെ ജീവിതത്തിൽ. അന്ന് പഠിച്ച ആ പാട്ടുകൾ, അന്ന് പഠിച്ച യേശുവിനെ നോക്കുക, കുഞ്ഞാടെ വീക്ഷിക്കുക എന്നുള്ള ആ ഹൃദയത്തിൽ വീണ വചനങ്ങളെല്ലാം മേളിൽ കട്ട പൊടിയുവാനിടയായി തീർന്നു. മേളിൽ കിടന്ന പാപം മാറുവാനിടയായി തീർന്നു. ആരുടെ മുമ്പിൽ കരയാത്ത ഞാൻ അന്ന് ആ പ്രാർത്ഥനാ സഭയ്ക്കകത്ത് പൊട്ടിക്കരയുവാൻ തുടങ്ങി. എന്നെ പോലൊരു പാപി, എത്ര ചെറുപ്പത്തിൽ മുതൽ പാപം ചെയ്തു തുടങ്ങിയതാ. ഇതിൽ നിന്നൊരു അറുതിയില്ലേ? പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഇതിനകത്ത് എന്നെ ആര് വിടുവിക്കും, എങ്ങനെ എനിക്ക് അവനെ നല്ലൊരു വ്യക്തിയായി മാറാം. പക്ഷെ സാധിക്കുന്നില്ല. മദ്യത്തിനടിമയായി, സിഗരറ്റിനടിമയായി, തമ്പാക്കിനടിമയായി, വല്ലാത്തൊരവസ്ഥയിലൂടെ അന്നത്തെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഡ്രഗ്സ് ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ അന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അവർ പറഞ്ഞ അടുത്തൊരു ഒരു വീട്ടിൻ്റെ പ്രാങ്കണത്തിൽ SCPFന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഡോക്ടർ മുരളീധരൻ സാർ കടന്നു വരുന്നുണ്ട്. അതും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് വേണം പോകാൻ പറഞ്ഞു. ഞാനെന്നാ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാനിടയായി തീർന്നു. പ്രിയരെ, അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് എക്ലീഷ്യാസ് സഭാപ്രസംഗിലൂടെയാണ്. യൗവനക്കാരാ, നിന്റെ യൗവന പ്രായത്തിൽ നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. യൗവനക്കാരനെ കുറിച്ച് വളരെ ഡിസ്ക്രിപ്ഷനായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുവാനിടയായി തീർന്നു. എൻ്റെ ജീവിതം അവിടെ തവിടുപൊടിയായി. എന്നെ തന്നെ ഞാൻ തകർത്തു. എൻ്റെ ഹൃദയത്തെ, ആ വചനം എൻ്റെ ഹൃദയത്തിൽ പെനിട്രേറ്റ് ചെയ്യുവാനിടയായി തീർന്നു. കർത്താവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി അത്ഭുതകരമായ രീതിയിൽ. ഞാൻ അവിടെ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുവാനിടയായി തീർന്നു. 1992 ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. പ്രിയരെ, അന്ന് കൂടെ സിഗരറ്റിനോടും മദ്യത്തോടും സിനിമയോടും എല്ലാ കലാപരിപാടികളോടും ഞാൻ വിട പറഞ്ഞു. കർത്താവിൻ്റെ വചനം കയ്യിലെടുത്തു. കോളേജിലെ എല്ലാ ക്ലാസ് റൂമുകളിൽ ചെന്ന് യേശുവാണ് രക്ഷകൻ, യേശുവിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. എൻ്റെ പ്രിൻസിപ്പാളിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ക്ഷമ പറഞ്ഞു. ഞാനിവിടെ ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത് നിൻ്റെ ഒരു ഡ്രാമയാണോ? ഞാൻ പറഞ്ഞു, ഡ്രാമയല്ല. ഞാൻ കരയുവാൻ തുടങ്ങി. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. അങ്ങനെ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ പതുക്കെ ആത്മീക വിഷയത്തിലേക്ക് ശ്രദ്ധയൂന്നുവാൻ തുടങ്ങി. പ്രിയരെ, ഞങ്ങൾക്ക് ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇങ്ങനെയുള്ള ചില വേദങ്ങൾ മാത്രം, മഹാഭാരതം, രാമായണം, ഇതൊക്കെ മാത്രമേ ഞങ്ങൾക്ക് പരിചയമുള്ളായിരുന്നു. ബൈബിളിനെ കുറിച്ച് ആഴമായി പഠിക്കുവാൻ തുടങ്ങി. ദേവദാസന്മാരെ കേൾക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു. പാസ്റ്റർ എം വി വർഗീസ് അപ്പച്ചൻ ഇന്ന് 100 വയസ്സ് തികഞ്ഞ് ശതാബ്ദിയിലേക്ക് കാലൂന്നി വെച്ച IPCയുടെ ഏറ്റവും സീനിയറായ കർത്തൃദാസൻ എന്നെ സ്നാനപ്പെടുത്തി. അങ്ങനെ ഞാൻ വീണ്ടും അത് സ്പിരിച്വലി പ്രാർത്ഥിക്കുവാനൊക്കെ ആരംഭിച്ചു. അപ്പോഴാണ് മാങ്ങാനം ജോസഫ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ ചെന്നിത്തലയിൽ ഒരു രാത്രി കൂട്ടായ്മയിൽ ഒരു കാത്തിരിപ്പ് മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു എന്ന് കേൾക്കുവാനിടയായി. അപ്പം എന്നോട് അമ്മ പറഞ്ഞു, മോനെ, അവിടെ ചെന്നാൽ കാത്തിരുന്നാൽ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവിടേക്ക് സൈക്കിൾ ചവിട്ടി, ഹരിപ്പാട് നിന്ന് സൈക്കിൾ ചവിട്ടി പാഴക്കുട്ടംകടവ് IPC ചർച്ചിൽ കടന്നു ചെന്നു. അപ്പം ഞാൻ ഏറ്റവും പുറകിലിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇവരൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികളാണ്, അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ വേഗം കിട്ടും, നമുക്ക് കിട്ടത്തില്ലല്ലോ. എങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ശക്തി എനിക്കൂടെ തന്നാൽ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി പൊക്കോളാമെന്ന്. ഞാൻ കണ്ണടക്കുകയും പുൽപ്പിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പെട്ടെന്നൊരു വായു സഞ്ചരിക്കുന്ന അതേ രീതിയിൽ കടന്നു വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി. എൻ്റെ തലയിലേക്ക് വലിയൊരു ആത്മാഭിഷേകം ഇറങ്ങുവാനിടങ്ങുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. പ്രിയരെ, വലിയൊരു ട്രാൻസ്ഫോമറിൻ്റെ അനുഭവം, ഒരു ഭയങ്കര ശക്തി പ്രവഹിക്കുന്നതായിട്ട് അന്യഭാഷയിൽ, ചെറിയ ഭാഷയിൽ ഞാൻ അത് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അത് ആത്മശക്തി കൊണ്ട് എന്നെ നിറയ്ക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു വരം, ആ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ഉടനെ, 1 വർഷം കഴിഞ്ഞ ഉടനെ എനിക്ക് ലഭിച്ചു. വീണ്ടും ദർശനങ്ങൾ കാണിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ വരവ്, ദൂതന്മാരുടെ ആഗമനം,
അത് കഴിഞ്ഞ് മറ്റൊരു ദർശനം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം. ഇ. വർഗീസ് അപ്പച്ചനോടും അതുപോലെ അഭിഷക്തന്മാരോട് ചേർന്നുകൊണ്ട് വയലേലകളിൽ ആമേന് വചനം വിതയ്ക്കുന്നതാ ആ ദർശനങ്ങൾ ഞാൻ കാണുവാനിടയായിരുന്നു. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത് ദൈവവേലയല്ലാതെ മറ്റൊന്നിനും പോകരുത്, ദൈവത്തിന് രാജേഷിനെ കൊണ്ട് ആവശ്യമുള്ളത് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഒരു എക്സ്പീരിയൻസ് കൂടെ വരട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ആമവാദം രോഗം വരുന്നത്. അമ്മ കിടപ്പായി ഒരാഴ്ച കട്ടിലെത്താൻ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്നൊരു വെള്ളപ്പൊക്ക സമയമാണ്. ഞങ്ങളുടെ അപ്പർ കുട്ടനാടായതുകൊണ്ട് ആ പ്രദേശത്തൊക്കെ വെള്ളം കയറുന്ന സമയമാണ്, മുട്ടറ്റം ഒക്കെ വെള്ളം വരുന്ന സമയമാണ്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ അമ്മയ്ക്ക് അങ്ങ് സൗഖ്യം തന്നാൽ ഇനി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഫുൾ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പ്രകാശം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു ശബ്ദം കടന്നു വന്നു. എൻ്റെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നു, മകളെ നീ സൗഖ്യമായി, നീ എഴുന്നേൽക്ക്. ആ ഒറ്റ ക്ഷണത്തിൽ എൻ്റെ അമ്മ സൗഖ്യമായി തീരുവാനിടയായി തീർന്നു. ഒരാഴ്ച കൊണ്ട് കിടപ്പിൽ കിടന്ന അമ്മ സൗഖ്യമായി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീർന്നു. ഇത്രയ്ക്കും വലിയൊരു ദൈവമാണോ ഇത്? സൗഖ്യമാക്കുന്ന, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ദൈവം. ആമേൻ. യേശു എന്ന ആ ആമേൻ നല്ല വൈദ്യനെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയായി തീർന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, പ്രാർത്ഥിച്ചു. അങ്ങനെ കുമ്പനാട്ടേക്ക് എനിക്ക് അഡ്മിഷൻ ലഭിക്കുവാനിടയായി തീർന്നു. 1992 93 ആമേൻ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ എനിക്ക് അവിടെ പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഞാൻ അവിടെ കടന്നു വന്നു. ആമേനെ എന്താ പറയുന്നത്, എങ്ങനെ അവിടെ ഫുൾഫിൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വലിയ നല്ല ഫീസൊക്കെ ഒന്ന് കൊടുക്കണം അന്നത്തെ ആ സമയത്ത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയം തന്നെ ഒരു സ്റ്റുഡൻ്റായിട്ട് എന്നെയും കൂടെ അപ്പോയിൻമെൻ്റ് ചെയ്യുവാനിടയായിട്ട്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയും പഠിക്കുകയും ചെയ്തു. അപ്പോൾ 3 വർഷം അവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്രദമായ രീതിയിൽ പഠിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി.എസ്. അബ്രഹാം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തു. സന്തത സഹചാരിയായി അദ്ദേഹത്തിനോട് യാത്ര ചെയ്യാനുള്ള ഭാഗ്യം 3 വർഷം എനിക്ക് ലഭിച്ചു. വലിയ വലിയ ദേവദാസന്മാരെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ആമേൻ കുമ്പനാടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ കടന്നുപോയി പരസ്യങ്ങൾ നടത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ പഠിത്തം കഴിഞ്ഞാൽ നേരെ കുമ്പനാട് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും നല്ലൊരു സെൻറ്ററിലേക്ക് കയറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ കോഴഞ്ചേരി, കീഴുകര, മേലുകര, പുഴയുടെ വടക്ക് തെക്കെല്ലാം ഞാനും പാസ്റ്റർ ഷാജിയും പോൾ എൻ്റെ ഒരു സതീർത്ഥ്യനാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അച്ചായനും ടീമായിട്ട് അവർ പഞ്ചാബിൽ നിന്ന് കടന്നു വന്ന് ജനറൽ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവർ ഒരു 40 ദിവസം ഹെബ്രോൻ ചാപ്പലിൽ ഉപവസിക്കുമായിരുന്നു. അവിടെ കടന്നുപോയി ഞാൻ ആ പ്രാർത്ഥനയെ സംബന്ധിച്ചപ്പോൾ അന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു അഭിഷക്തനോട് പ്രവചിച്ചു പറഞ്ഞു, ആ പ്രാർത്ഥിച്ച വ്യക്തി അവൻ 3 മാസം കൂടെ ഉണ്ട് ഈ കേരളത്തിൽ. അത് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം. കർത്താവ് നോർത്ത് ഇന്ത്യയിലാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ പാസ്റ്റർ ടി.എസ്. അബ്രഹാം വിളിക്കുന്നത് കുഞ്ചായൻ എന്നാണ്. അച്ഛനോട് പറഞ്ഞു, ഞാനിങ്ങനെ പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു, കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ പോകുന്നു. അങ്ങനെ ഹെബ്രോനിൽ നിന്ന് എന്നെ പ്രാർത്ഥിച്ച് അയച്ചു. കുറിയനിലുള്ള പ്രിയ ആമേൻ ആഫ്രിക്കൻ മിഷണറി ഇപ്പോൾ പ്രവർത്തിക്കുന്ന, നിശ്ചലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സാജു മാത്യുവിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത്. സായിച്ചാനാണ് എന്നെ ആദ്യമായി നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോകുന്നത്. ഞാൻ കൊച്ചിക്ക് വടക്കോട്ട് എൻ്റെ പ്രായത്തിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അങ്ങനെ യാത്ര ചെയ്ത് നോർത്ത് ഇന്ത്യൻ ഉഷര മരുഭൂമികൾ കാണുവാനിടയായി തീർന്നു. ഞങ്ങളങ്ങനെ ദമോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. 1996 ഹെബ്രോനിൽ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവിടുന്ന് നേരെ യാത്രയാകുന്നത് മധ്യപ്രദേശിലേക്കാണ്. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തണുപ്പുകാലം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ആ റൗണ്ട് അബൌട്ടിൽ ഒരു അപ്പച്ചനെ അടിച്ച് അദ്ദേഹത്തിൻ്റെ മുട്ട് നടു ഓടിച്ചിട്ട് ഇട്ടിരിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ അന്നത്തെ റിക്ഷയ്ക്കകത്ത് ആൾക്കാർ 7-8 പേര് ഇരുത്തി അവർ റിക്ഷ ഓട്ടുന്നത് കേരളക്കാരായ നമുക്ക്
എന്താ പറയുന്നത്, കാണുന്നത് തന്നെ ഭയങ്കര വിഷമമാണ്. ഞാൻ ആ റിക്ഷയ്ക്കകത്ത് കയറാതെ ഞാൻ റിക്ഷ തെള്ളി കൊടുത്തു. കാരണം ഇത്രയും പേരെയും കൊണ്ട് ഇദ്ദേഹം എങ്ങനെ ചവിട്ടുന്നു എന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ചെന്ന് അത് അവിടെ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ബുന്ദേൽഖണ്ഡി ഭാഷയാണ് സംസാരിക്കുന്നത്, ഹിന്ദിയല്ല. കുച്ചിനഹിക്ക് കച്ചുനഞ്ഞ എന്നാണ് പറയുന്നത്. അവിടെ യേശുവിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യേശു സബ്ജിഹയ്ക്കാം, ഇങ്ങനെ അവർ ചോദിച്ചത്. യേശു എന്താ വല്ല പച്ചക്കറി വിഷയങ്ങൾ വല്ലതുമാണോ? മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് യേശു മസീക്ക ബരമേ മലുമേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, എന്നാൽ 4 മാസം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വാടക മാറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്രമാത്രമാണെന്ന്. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആദ്യം അവിടെ ആ നടു ഒടിച്ചിട്ടിരിക്കുന്ന റൗണ്ട് അബൌട്ടിലിരിക്കുന്ന അപ്പച്ചൻ്റെ അടുക്കൽ അന്ന് രാത്രി ഞങ്ങൾ ചെന്നു. സെന്റ് ഗ്ലൗസ് കത്രികയൊക്കെ കൊണ്ടാണ് പോയത്. ആ അപ്പച്ചൻ്റെ ശരീരത്തിലുള്ള ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പച്ചനെ കൊണ്ടുവന്ന് ഒരു ബോർവെലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ആമെ തേച്ച് കുളിപ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ കറുത്തിരിക്കുന്ന അപ്പച്ചൻ വെളുത്ത അപ്പച്ചനായി മാറി. ആ അപ്പച്ചനെ ഞങ്ങൾ ദമോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 2 ആഴ്ച കൊണ്ട് അദ്ദേഹം സൗഖ്യമായി തീർന്നു. അങ്ങനെ അപ്പച്ചനെ എങ്ങും പോകാൻ സ്ഥലമില്ലാത്ത ഒരു അനാഥനായതുകൊണ്ട് ആ അപ്പച്ചനെ കൊണ്ട് ഞങ്ങൾ ആ സാട്ടി ഹൗസിൽ കടന്നു വന്ന് അവിടെ ഞങ്ങളൊരു വയോജന മന്ദിരം ആരംഭിക്കുകയാണ്. ആമേനെ പ്രായമുള്ളവരെ താമസിപ്പിക്കത്തക്ക രീതിയിൽ. അങ്ങനെ വഴിയരിയിലുള്ള ഈ പിതാക്കന്മാരെ ഓരോരുത്തരായി ഞങ്ങൾ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ താടിയായിരുന്നു. ആ താടി ഷേവ് ചെയ്ത് കണ്ണാടിയിൽ നിന്ന് കാണിച്ചു. എങ്ങനെ ഇരിക്കുന്നു എന്ന് ഹിന്ദി ചോദിച്ചു. അഭി കൈസാ ഹേ? അദ്ദേഹം പറഞ്ഞു, അല്പനേരം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അഭി രാജീവ് ഗാന്ധിക്ക് സമാൻ ഹേ. അപ്പോൾ അദ്ദേഹം കണ്ണാടി നോക്കിയിട്ട് പറയുന്നത് ഞാൻ ഇപ്പോൾ രാജീവ് ഗാന്ധിയെ പോലെ ഇരിക്കുന്നെന്ന്. അപ്പോൾ ഇതൊക്കെ കേൾക്കണമെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ വയലുകളിൽ ചെല്ലണം. സാക്ഷ്യങ്ങൾ അനേകമുണ്ട്. ഞാൻ കുഗ്രാമത്തിലാണ് പ്രവർത്തിച്ചത്. അവിടുന്ന് 25 കിലോമീറ്റർ അകത്ത് ജോർത്തല രാജപട്ടണ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാലി വളർത്തൽ കൃഷി മാത്രമേ ഉള്ളൂ. അവിടെ അന്ന് ഞാൻ ചെല്ലുമ്പോൾ 10ാം ക്ലാസ് ജയിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ജോർത്തല പട്ടണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ചൂട് അസഹനീയമാണ്. 5 കിലോമീറ്റർ വേണം വെള്ളം എടുക്കുവാൻ. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴോട്ടിറങ്ങണം ആ വലിയ കിണറ്റിലേക്ക്. അതിരാവിലെ ചെന്നില്ലെങ്കിൽ അവിടുത്തെ ജലം മുഴുവനും മലിനമായിക്കും. ഞാനും എൻ്റെ ടീം ലീഡർ സുഭാഷ് ഭയ്യ, ഹോറിലാൽ ഭയ്യ, മനോഹർ ഭയ്യ, ഞങ്ങളിങ്ങനെ 4 പേരാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബസ്സുണ്ട്, അത് വന്നാൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് പ്രവർത്തിച്ചത്. അവിടെ ജൈനന്മാരുടെ വീട്ടിലാണ് താമസിച്ചത്. അതുകൊണ്ട് മാംസഭുക്കായി തീരുവാൻ ഞങ്ങൾക്കിടയായില്ല. സസ്യഭുക്കാരും ഞങ്ങൾ. അതും ഭയങ്കര കഷ്ടമായിരുന്നു. കാരണം വല്ലാത്തൊരു സമയത്തിലൂടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ സർപ്പഞ്ചിന്റെ മകളെ ഒരു സർപ്പം കടിച്ചു, കൊത്തി. ആ പെൺകുട്ടിയെ കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകണം, ദമോ ഹോസ്പിറ്റലിലേക്ക് പോകണം. ആരുമില്ല അവിടെ. വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നാൽ ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് എണ്ണ പുരട്ടി ആ പെൺകുട്ടിയെ തിരിച്ചു വിട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഈ പെൺകുട്ടി മരിച്ചു പോയാൽ നിങ്ങളെ അവരിവിടെ വെച്ചേക്കത്തില്ല, വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. ആ പെൺകുട്ടി മരിച്ചില്ല. അങ്ങനെ സർപ്പദർശനം ദംശനം ലഭിച്ച ആ പെൺകുട്ടി ജീവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ വചനം വളരുവാനിടയായി തീർന്നു പ്രിയരെ. അപ്പോഴാണ് ഏഞ്ചലോസ് എന്ന് പറഞ്ഞ ആ വലിയൊരു വണ്ടി ICPFന്റെ അന്ന് സായിച്ചാൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ കടന്നു വരികയും അതിന് ഒരു സ്റ്റാൻഡിങ് ഓട്ടോമാറ്റിക് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് പാട്ട് പാടുകയും രാത്രിയിൽ ഓരോരോ ഗ്രാമങ്ങളിൽ ബുന്ദേൽഖണ്ഡ് ലാംഗ്വേജിൽ ജീസസ് ഫിലിം ഞങ്ങൾ പ്രദർശിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അനേകരെ യേശുവിനെ കാണുവാനിടയായി തീർന്നു, യേശുവിനെ അറിയുവാനിടയായി തീർന്നു. അത്ഭുതകരമാകുന്ന രോഗസൗഖ്യം ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ വീണ്ടും എൻ്റെ ഉപരി പഠനാർത്ഥം ഞാൻ വിശാഖപട്ടണത്തുള്ള COTR ചർച്ച് ഓൺ ദ റോക്ക് തിയോളജിക്കൽ സെമിനാരിയിൽ ചേർന്ന് പഠിക്കുവാനിടയായി തീർന്നു. അവിടെ എൻ്റെ 2 വർഷത്തെ പഠിത്തം. കുമ്പനാട്ട് എനിക്ക് സ്പോൺസർ വേണ്ടായിരുന്നു. ഫീസ് കൊടുക്കുവാൻ എല്ലാ കാര്യങ്ങൾക്കും ഹെബ്രോൻ എന്നെ സഹായിച്ചു. പാസ്റ്റർ ടി. എസ്. അബ്രഹാം, മമ്മി, പ്രിയ വത്സചാൻ ഒക്കെ എന്നെ സഹായിക്കുവാനിടയായി തീർന്നു. എന്നാൽ COTR ഞാൻ വളരെ കഷ്ടപ്പെടുവാനിടയായി തീർന്നു. അവിടെ ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള വ്യക്തികളാണ് അവിടെ പഠിക്കുന്നത്. എന്നാൽ അവിടെ 2 വർഷം ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ
പഠിച്ച ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. ആ അച്ചായൻ പറഞ്ഞു, മോനെ, നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുവാണെങ്കിൽ എന്നെ ഒന്ന് എഴുതി അറിയിക്കണം. എനിക്ക് ഫീസ് കൊടുക്കാൻ പൈസയില്ല, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ മുൻപോട്ട് പോകുന്നു. ആമേൻ. വളരെ ദൂരെ ഉള്ള ഒരു നമുക്ക് വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന സ്ഥലം, എങ്ങനെ മുൻപോട്ട് പോകുന്ന അറിയാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതുവാനിടയായിത്തു. അന്നു മുതൽ അച്ഛൻ എനിക്ക് പഠിക്കുവാനുള്ള ഫീസ് അമേരിക്കൻ ലെറ്ററിൽ COTR കടന്നു വരുവാനിടയായിത്തു. ആൾക്കാർ ചോദിച്ചാ, രാജേഷിലേക്ക് അമേരിക്കയിൽ ആരാ? ഞാൻ പറഞ്ഞു, അമേരിക്കയിൽ ആരുമില്ല, ഉയരത്തിലൊരു ദൈവമുണ്ട്, ഏലിയാവിന്റെ കാക്കയുണ്ട്. പ്രിയരെ, ദൈവം പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ കൂടെ ഏലിയാവിന്റെ കാക്ക വരും. ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഡോക്ടർ പോൾ പിള്ളൈ എഴുതിയിരിക്കുന്ന പുസ്തകം. ഇഫ് യു ആർ എ റിയൽ എലിജ, ദ ക്രോ വിൽ ഫോളോ യു, നോട്ട് യു. നമ്മൾ ഒരു റിയൽ സർവന്റ് ഓഫ് ഗോഡ് ആണെങ്കിൽ, ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും കാക്ക നിന്നെ ഫോളോ ചെയ്യും. നീ കാക്കയുടെ പുറകെ പോകണ്ട. ദൈവം തക്ക സമയത്ത് വ്യക്തികളെ ദൈവം കരുതും. പ്രിയരെ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ, കേൾക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക. ദൈവം നിങ്ങളെ മാനിക്കുവാൻ, ദൈവം അത് ചെയ്യുവാൻ, നമ്മൾ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുവാൻ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ പഠനം കഴിയുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത്, കർത്താവേ, ഏറ്റവും ദുർബലരായ, ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്റ്റേറ്റിലേക്ക് എന്നെ അയക്കണമേ എന്നാണ്. കുമ്പനാട്ടായിരുന്നെങ്കിൽ കുമ്പനാട് സെൻട്രലിൽ പാസ്റ്റർ CS അബ്രഹാമിന്റെ സഹായത്തോടുകൂടെ വലിയ വലിയ സഭകളിൽ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമായിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ, കർത്താവ്, എനിക്ക് അനുഭവം വേണം, എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം. എനിക്ക് അങ്ങേ അറിയത്തില്ല, ഞാൻ പുതുതായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങയെക്കുറിച്ച് അറിയണം, എനിക്ക് അങ്ങേ മനസ്സിലാക്കണം. ആ ഒരു പ്രേരണയോടുകൂടെ ഞാൻ ഒറീസയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. ഞാനങ്ങനെ അവിടെ കടന്നു ചെന്നു. സായിച്ചാൻ്റെ അനിയൻ പാസ്റ്റർ ബാബു പി ജോൺ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വർഷം ബാച്ചിലറായിട്ടും ഒരു വർഷം ഫാമിലി വിവാഹം കഴിച്ചും ഞാൻ ജീവിച്ചു. അവിടെ നിന്ന് ഒറിയ ഭാഷ പഠിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചു വരിക. ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറുകയും അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പലപ്പോഴും ബുദ്ധിമുട്ടുകൾ പലതും ഞങ്ങൾ അനുഭവിച്ചു ഒറീസ മിഷൻ ഫീൽഡിൽ. ഞാൻ വിവാഹം കഴിച്ചത് പാലക്കാട് നിന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ജിജി എന്നാണ്. അവര് പാലാ കാത്തലിക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ ആദ്യത്തെ മകളാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒറീസയിലേക്ക് കടന്നു ചെന്നു. കംപ്ലീറ്റ് എന്താ പറയുന്നത്, മൊത്തം ഹൈന്ദവരായ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്ന ലജ്ജിക്കരുതെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ. അവിടെ അതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. അതിനുള്ള ഭാഗ്യ കർത്താവ് ഞങ്ങൾ തന്നു. ജിജി എന്നോട് പറഞ്ഞാൽ, നമുക്ക് വലിയ പ്രയാസമാണ് ഒറീസ, നമുക്ക് ഒറീസ വിട്ട് തിരിച്ച് നമുക്ക് കേരളത്തിലേക്ക് പോയാലോ? കാരണം എൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് അറിയാം, ഞാൻ ഹെബ്രോണിലെ പ്രിയപ്പെട്ടവനായിരുന്നു മമ്മിക്കും പപ്പയ്ക്കും വർഷജാനും ഒക്കെ. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ഥാനം ലഭിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് നമ്മൾ എന്തിനാ പട്ടിണിക്കിടുന്നേ, തിരിച്ച് നമുക്ക് ഒറീസയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയരെ 1999 ജനുവരി 23 മനോഹർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഷ്ഠരോഗികളെ ചികിത്സിച്ചിട്ട് ആ വാഗണറിനകത്ത് ഒരു ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിന് 2 മക്കൾ തിമോത്തി ഫിലിപ്പ് കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ കുറെ എക്സ്ട്രീംസ് ആയിട്ടുള്ള ആൾക്കാർ കടന്നു വന്ന് അവരുടെ വണ്ടിയെ കത്തിക്കുകയും ആ വണ്ടിക്കകത്തിട്ട് അവരെ, ആ പിതാവിനെയും 2 കുഞ്ഞുങ്ങളെയും ആ വണ്ടിയിൽ ദഹിപ്പിക്കുവാനിടയായി. ഒറീസ നിങ്ങൾക്കറിയാമല്ലോ 30 ഡിസ്ട്രിക്റ്റാണ്. നമ്മുടെ കേരളത്തെക്കാൾ 4 മടങ്ങ് സ്ഥലമാണ് ഒറീസ. ഞങ്ങൾ ആന്ധ്രയുടെ ബോർഡർ ബരഹാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ സംഭവം നടന്നത് മയൂർഭഞ്ച് മനോഹർപൂർ എന്ന ഡിസ്ട്രിക്റ്റില് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേര് ദേവദാസന്മാർ ഇവിടുന്ന് യാത്ര ചെയ്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്ത് കട്ടക്കിൽ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിനകത്ത് കയറി മയൂർഭഞ്ച് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ പോയി. അവിടെ നിന്ന് നേരെ അദ്ദേഹം താമസിക്കുന്ന ബാരിപ്പത എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി.
ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ മക്കളുടെയും കഴിഞ്ഞു. ചങ്ക് തകർന്നുപോയി. കട്ടക്കിൽ നിന്നുള്ള യാത്ര, കുഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. ദൈവമേ, ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങൾ, സിറ്റികൾ, കട്ടക്ക്, ഭുവനേശ്വർ, ബരാംപൂർ, സംബൽപൂർ ഇത്യാദി വലിയ വലിയ സിറ്റികളുള്ളപ്പോൾ എന്തിന് ഈ കുഗ്രാമത്തിലേക്ക് ഈ കർത്താവിന്റെ ദാസൻ കടന്നുപോയി എന്നുള്ള ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ആമേൻ, കിങ്സ് ലാൻഡ് വിട്ട് അവരെന്തിനാ ഈ കുഗ്രാമത്തിൽ ഒറീസയിലെ 25 ഏക്കർ വസ്തു അന്ന് പണ്ട് രാജാവ് കൊടുത്ത ആ കാട്ടിനകത്ത് താമസിക്കുന്ന കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ വേണ്ടി വന്നത് എന്തിനാണെന്നറിയാമോ? അദ്ദേഹത്തിന് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ശീമോന്റെ മകനായ പത്രോസേ, നീ ആമേൻ ഇവയിൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു തന്റെ അരുമശിഷ്യനായ പത്രോസിനോട് ചോദിച്ച ചോദ്യം അന്ന് രാത്രിയിൽ എന്നോട് ചോദിക്കുവാൻ തുടങ്ങി. നിനക്ക് ഒറീസ വിടണമോ? അമ്പരചുംബികളായ സ്ഥലം വിട്ട് കുഗ്രാമത്തിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി ജീവൻ വന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും ആമേൻ ജീവിതം നീ കണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളന്ന് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുവാനിടയായി തീർന്നു. ആമേൻ. ആ വലിയ മഹതിയായ ആമേൻ ആന്റിയെ, ഗ്ലാഡിസ് ആന്റിയെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ആന്റിയുമായിട്ട് സംസാരിച്ചു. പേർ വിളിക്കുന്ന നേരം കാണുമെൻ പേര് എന്നുള്ള ഒരു പാട്ട് ഒറിയയിൽ ഇംഗ്ലീഷിൽ ഞങ്ങൾ പാടിയപ്പോൾ ആന്റി ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ധാരധാരയായി കരയുവാൻ തുടങ്ങി. കണ്ണുനീര്. മറ്റുള്ള ഫ്രണ്ട് ലൈൻ വീക്ക്, അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ ഒക്കെ കടന്നു വന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ആ ദാസി വളരെ ബോൾഡായിട്ടാണ് അതിന് മറുപടി പറഞ്ഞെങ്കിൽ കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീരിന്നും ഞങ്ങളുടെ നെഞ്ചിലുണ്ട്. തന്റെ ഭർത്താവും തന്റെ 2 മക്കളും മരിച്ചപ്പോൾ ഒറിയയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അപരാധിമാനക്ക് ജീസു ക്ഷമാദിയന്തു. ഇത് ചെയ്തവരോട് യേശു ക്ഷമിക്കട്ടെ. അത് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കല്ലാതെ, യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയവർക്കല്ലാതെ ഈ ലോകത്തിൽ ആർക്കും അങ്ങനെ പറയുവാൻ സാധ്യമല്ല. പ്രിയരെ, അപരാധിമാനക്ക് ജീസു ക്ഷമാദിയന്തു. എനിക്ക് വഴക്കില്ല, എനിക്ക് കേസില്ല, ഞാൻ വിട്ടു എന്നാണ് ആ ദൈവദാസി പറഞ്ഞത്. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് മനസ്സിലായല്ലോ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. വീണ്ടും ദൈവാത്മാവിനോട് പറഞ്ഞു, ഒറീസ വിടരുത്, ഒറീസയിൽ തന്നെ തുടരണം, ഒറീസയിൽ തന്നെ കർത്താവിന്റെ വേല തുടരണം. അങ്ങനെ ഞാൻ ഒറീസയിൽ നിൽക്കാനുള്ള എൻ്റെ വിശ്വാസത്തിന്റെ നങ്കൂരം, ഒറിയ മണ്ണിൽ നിൽക്കണമെന്നുള്ള ആ വലിയ വീര് എനിക്കുണ്ടായി തുടങ്ങി. ഞാൻ അങ്ങനെ അവിടെ നിൽക്കുവാൻ തുടങ്ങി. വലിയ കഷ്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ പോയത്. പ്രാരംഭകാലത്ത് വലിയ പാടാണ്. അന്ന് ഞാനൊരു മിഷന്റെ കൂടാണ് വർക്ക് ചെയ്തത്. 25,000 രൂപ ബാങ്കിലിട്ട് ചിൽഡ്രൻസ് ഹോം നടത്തുവാൻ 1999 ചിൽഡ്രൻസ് ഹോം ആരംഭിക്കുന്നു. ആമേൻ. 7 കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ ആരംഭിച്ചു. എന്നാൽ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായ വളരെ വിഷമമുള്ളത് കൊണ്ട് നിർത്തേണ്ടതായിട്ട് വന്നു. കർത്താവ് പറഞ്ഞു, നീ അതെല്ലാം എടുത്ത് കൊടുത്തിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ പഠിക്കുക. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് കൊടുത്തിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ തുടങ്ങി. എല്ലാ മാസവും കർത്താവ് തരുവാൻ. കാരണം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് പോയത്, കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കാര്യം നോക്കാൻ ദൈവം വിശ്വസ്തനാണെന്നേ. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും വാടക കൊടുക്കാനില്ലാതെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ബ്രാഹ്മണ സ്ട്രീറ്റിലാണ്. ഒരു ബ്രാഹ്മണന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. 16 വർഷം അവരുടെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. പലപ്പോഴും വാടക കൊടുക്കാനില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം കാണാതെ ഞങ്ങൾ കുനിയേണ്ടതായിട്ട് വന്നു. അപ്പോഴൊക്കെ 6 മാസമൊക്കെ ആകുമ്പോൾ അദ്ദേഹം ചോദിക്കും, വാടക വല്ലതും വന്നോ വാസ്റ്റർ? ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയും, എങ്ങും പോയി ചോദിക്കണ്ട, എൻ്റെ അടുക്ക വരണം, ഞാൻ തന്നോളാം, പിന്നെ നിങ്ങൾ തിരിച്ചു തന്നാൽ മതി. അങ്ങനെ ഒരു ആശ്വാസ ഭവനം ഞങ്ങൾക്ക് ദൈവം തരുവാനിടയായിട്ട് അദ്ദേഹത്തിന് അരിവിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു മില്ലുള്ളപ്പോഴാണ് ചെന്നത്. പ്രാർത്ഥിച്ച് വേറൊരു മില്ല് കൂടെ അവർ മേടിക്കുവാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ ചെന്നത് അവർക്ക് വലിയ സന്തോഷമായി മാറി. അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിവാഹം കഴിച്ചയച്ചു. അപ്പോൾ പല വാടകക്കാരെ മാറ്റിയെങ്കിലും ഞങ്ങളെ ഒരിക്കലും മാറ്റിയില്ല. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് അവർക്കത് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും കൊന്തമാൾ ദൊങ്ക എന്ന ഒറിയയിൽ പറയുന്നു, അനേകരെ ഒരു സന്യാസിയെ കൊന്നതിൻ്റെ പേരുദോഷം ക്രിസ്ത്യൻ മിഷണറിമാരുടെ അല്ലെങ്കിൽ ദേവദാസന്മാരുടെ, ക്രിസ്ത്യാനികളുടെ മേളിൽ അവരാരോപിക്കുകയും പള്ളികളെല്ലാം തകർത്തു. എല്ലാവരും കാട്ടിലേക്ക് ഓടിക്കയറി. വലിയ വലിയ കാടുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടത്. ഏകദേശം 95ഓളം പേര് പ്രോസിക്യൂഷനിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. അങ്ങനെ
അവര് അവിടെ നിന്ന് ഓടി ബെരാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. അപ്പോൾ 2010 ആ സമയം ഞങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ ഭവന സന്ദർശനം നടത്തിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ അടുത്ത ദിവസം കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയി. ആരുമില്ല, എല്ലാ ഹൈന്ദവരായ ആൾക്കാർ, നമ്മളെ ഒന്നും മനസ്സിലാക്കുന്ന ആരുമില്ല. ചിലരൊക്കെ വന്ന് അവിടെ ചർച്ച ആരംഭിക്കുന്നത് ക്രിസ്ത്യാനികൾ തിങ്ങി താമസിക്കുന്ന കോളനികൾക്കകത്താണ്. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് ഹൈന്ദവരായ ആൾക്കാർ യേശുവിനെ അറിയണം എന്നുള്ള ചിന്ത കൊണ്ട് ഹൈന്ദവർ താമസിക്കുന്ന ഏരിയയിലേക്ക് ഞാൻ മാറി താമസിച്ചു. ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു. ഈവൻ ഗിദേൻസിന്റെ ബൈബിൾ നോട്ട് ഫോർ സെയിൽ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ആ ബൈബിൾ വരെ വിൽക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, 50 ടൊങ്കാര ബൈബിൾ, 30 ടൊങ്കാര ദബി, 50 രൂപയുടെ ബൈബിളാണ് 30 രൂപയ്ക്ക് തരാം. അങ്ങനെ അത് കൊണ്ടുവന്ന് സൂചി ഗോതമ്പ് മേടിച്ച് ഉപ്പാവ് റെഡിയാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. 6 മാസം 3 മാസം വാടക കൊടുക്കാനില്ലാതെ പലപ്പോഴും പ്രയാസപ്പെടുമ്പോൾ ദൈവം തൻ്റെ കാക്കയെ പെട്ടെന്ന് അയച്ചു തരും. എത്ര സന്തോഷകരമായ ജീവിതമാണ്. അങ്ങനെയാണ് മിനിസ്ട്രിയിലൂടെ മുൻപോട്ട് ഇറങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ദമോഹിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കർത്താവിൻ്റെ ആത്മശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മളെ കാണുമ്പോൾ അവർ ഉടണി എന്നാണ് ഒറിയൽ പറയുന്നത്. ഈ സാരിയുടെ തലപ്പ് പിടിച്ച് മുഖത്തൊട്ടിടും. മുഖാമുഖം അവർ സംസാരിക്കത്തില്ല, സ്ത്രീകൾ. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി, ഇതെന്താന്ന്. അപ്പോൾ അവർ പറഞ്ഞ് നമ്മളോടുള്ള ബഹുമാനം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. മനുഷ്യരോട് അവർ സംസാരിക്കത്തില്ല, പുറമേ ഉള്ള ആൾക്കാരോട് സംസാരിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ കളക്ടറെ പോയി അപ്രോച്ച് ചെയ്ത് സാക്ഷരതക്കാരാണെന്നും പറഞ്ഞ് ഓരോരോ ഭവനത്തിനകത്ത് കയറാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ ആരുണ്ട്, നിങ്ങൾക്ക് വയലെത്രയുണ്ട്, നിങ്ങൾക്ക് കന്നുകാലികൾ എത്രയുണ്ട്, വീട്ടിലുള്ള ഫർണിച്ചേഴ്സൊക്കെ എത്രയുണ്ട് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവരുമായിട്ടൊരു പേഴ്സണൽ കോണ്ടാക്ട് ലഭിക്കും. അങ്ങനെ ഞങ്ങൾ ആദ്യം ചെന്ന ഭവനത്തിൽ ചെന്ന്, ഞാനുണ്ട്, ഇപ്പോൾ അമേരിക്കയിലുള്ള ജെയിംസ് ജോൺ, കർത്താവിൻ്റെ ദാസൻ, ഞങ്ങൾ ജെയിംസ് ഭായി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, ഹോർലാൽ ഭയ്യ, മനോഹർ ഭയ്യ, ഞങ്ങൾ 4 പേര് ട്രാക്ട് കൊടുത്തിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളെ കണ്ടതും ജൂത ചോടുതോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറി വിളിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ എന്തോ പൊള്ളുന്ന ഒരു അനുഭവം. അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് മാറ്റുക. അപ്പം നമുക്ക് മുതൽകണ്ടി അറിയത്തില്ല. അപ്പം ജെയിംസ് ഭായി പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് ശക്തമായി നിന്ന് പ്രാർത്ഥിച്ചോ, ഇവൾക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. മുടിയെല്ലാം കൂടെ ആടിച്ച് പാമ്പിനെ പോലെ വളയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സാക്ഷരതക്കാരല്ല, അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് പണ്ട് പൗലോസിനെ ശീലാസിനെയും കണ്ട് വിളിച്ചു പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ആ ശക്തി ഞങ്ങളെ കണ്ടിട്ട് വിളിച്ചു പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞ ഹം പരമേശ്വർ യേശു കാ ദാസ് ലോഹേ, ഞങ്ങൾ ജൂത അഴിക്കത്തില്ല, അല്ലെങ്കിൽ ചെരുപ്പഴിക്കയില്ലെന്ന് പറഞ്ഞു. യേശുവിന്റെ രക്തം പറഞ്ഞു, ബ്ലഡ് ഓഫ് ജീസസ് പറഞ്ഞതും ഈ പെൺകുട്ടി അവിടെ നിന്ന് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാതെ തീ എന്ന് പറഞ്ഞ് അവിടെ ഭവനത്തിലേക്ക് ഒരു പാമ്പഴിഞ്ഞു കയറുന്നത് പോലെ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ എവിടെ ചെന്നാലും ദൈവശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതം നടക്കുവാനിടയായിത്തീരും. നോർത്ത് ഇന്ത്യയിൽ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ആമേൻ. കാരണം നമ്മൾ കേരളത്തിൽ സിറ്റുവേഷൻ ആ കാലഘട്ടം എല്ലാം കടന്നുപോയി. ഇന്ന് വചനത്തിന്റെ പാണ്ഡിത്യത്തിലും അതിന്റെ ഗംഭീരമാകുന്ന പാണ്ഡിത്യത്തിലേക്കാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നോർത്ത് ഇന്ത്യയിൽ അത്ഭുതം നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്നാൽ അവിടെ ഭൂതമുണ്ടെങ്കിൽ അവർ അലറി ഓടുവാനിടയായി തീർന്നു. അങ്ങനെ അനേകം അത്ഭുതങ്ങൾ കാണുവാനുള്ള ഭാഗ്യം ആമേൻ ഈ എളിയവന്റെ ജീവിതത്തിൽ കർത്താവ് സഹായിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടാ, പൈസയെക്കാട്ടി കൂടുതൽ അനുഭവം കൊള്ളാം. കർത്താവേ, ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ദേശത്ത് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ഭൂതത്തെ ശാസിക്കുവാനും അനേകരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നത് കാണുവാനും ദൈവത്തിന്റെ വേല വളരുന്നതും ഇടയായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. എത്ര അത്ഭുതകരമായ കാര്യം, എത്ര സന്തോഷകരമായ കാര്യം. നമ്മൾ ആദ്യമായിട്ട് പോയി പറഞ്ഞ് സുവിശേഷം പറയുമ്പോൾ, ഒരു ഗ്രാമത്തിൽ നമ്മൾ ചെന്ന് പറയുക, ഒരു വ്യക്തിയോട് നമ്മൾ ചെന്ന് പറയുക, ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ സന്തോഷം, നമുക്കുണ്ടാകുന്ന ആ അത്യന്തപരമായ ആനന്ദം എത്രയോ വലുതാണ് പ്രിയരെ. അതാണ് നോർത്ത് ഇന്ത്യയിലെ മിഷൻ വേലകളിൽ ലഭിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒറീസയിൽ സെറ്റിലായി. അപ്പോൾ ഏകദേശം 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് സൂപ്പർ സൈക്ലോൺ ഒറീസയെ ആഞ്ഞടിക്കുന്നത്. ഒറീസയിൽ ഭയങ്കര പ്രശ്നമായി.
ഇന്ന് വരെ ഒറീസക്കാർ ആദ്യമായിട്ട് സൈക്ലോൺ കണ്ടിട്ടില്ല. ഏകദേശം ആന്ധ്രയിൽ അടിക്കും, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അടിക്കും. ഇതുവരെ ഒറീസയിൽ അടിച്ചിട്ടില്ല. അങ്ങനെ 1999 വീണ്ടും സൂപ്പർ സൈക്ലോൺ ഒറീസ ആഞ്ഞടിക്കുന്നത്. ഏകദേശം 7-8 ഗ്രാമങ്ങളിലേക്ക് കൊടുങ്കാറ്റും പേമാരിയും സമുദ്രവും കയറി വന്ന് അവിടെ താമസിച്ച ആൾക്കാരെ മൊത്തത്തിനെയും വാനിഷ്ഠാക്കി കൊണ്ടുപോയി. ഏകദേശം 10,000 പേരാണ് ഒറീസയ്ക്ക് നഷ്ടമായത്. ഭയങ്കര പ്രശ്നമായി. ആമേൻ. എന്നാൽ വലിയവനായ ദൈവം ഞങ്ങളെ അവിടെ പരിരക്ഷിച്ചു, സൂക്ഷിച്ചു. അന്ന് എൻ്റെ മകൻ 6 മാസം പ്രായമുണ്ട്, എൻ്റെ മൂത്ത പൈതൽ. ഞാനപ്പോൾ ആൻറ്റിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, എൻ്റെ വൈഫ് ആ സമയത്ത് കാരിങ് സ്റ്റേജിലായിരുന്നു. ഗ്ലാഡിസ് ആൻറ്റിയോട് പറഞ്ഞു, എനിക്കൊരു മകനെ ലഭിച്ചാൽ ആ മകൻ്റെ പേര് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് ഞാൻ ആദ്യം പേരിടുമെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ആ സുവിശേഷ രക്തം തിളയ്ക്കുവാനിടയായിട്ട് കർത്താവ് എൻ്റെ മകനെ, അപ്പോൾ 7 മാസമായപ്പോൾ എൻ്റെ ഭാര്യ ജോണ്ടിസ് അസുഖത്താൽ 4ാമതും ഭാരപ്പെടുവാൻ തുടങ്ങി. മഞ്ഞൾ പോലെ ആയിത്തീർന്നു. അവിടെ ചികിത്സയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേരളത്തിൽ വന്നു. ഹരിപ്പാട് നിന്ന് വൈഫ് ഹൗസ് പാലക്കാടായതുകൊണ്ട് പാലക്കാട് പോയി. അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഹോപ്പ് ഇല്ല, കാരണം ആഫ്റ്റർ ഡെലിവറി ഓൺലി വി ക്യാൻ സേ സംതിങ്. വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം. അമ്മയ്ക്കോ കുഞ്ഞിനോ മരണം സംഭവിക്കുമെന്ന് അവർ പറയുവാനിടയായിത്തു. ഞങ്ങളുടെ കൂടെ വാർഡിൽ കിടക്കുന്ന ഒരമ്മ പ്രസവിച്ച് ആ അമ്മ മഞ്ഞപ്പിത്ത രോഗത്താൽ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ ഡെഡ് ബോഡി ഞങ്ങളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പിശാച് ഇൻഡയറക്റ്റ്ലി ഞങ്ങൾക്കൊരു മെസ്സേജ് തന്നു, നിന്റെ ഭാര്യയ്ക്കും ഇതായിരിക്കും ഗതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചെറുപ്പത്തിൽ സുവിശേഷകനായിട്ട് ഒറീസയിൽ കടന്നുപോയവനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധനമൊക്കെ മേടിക്കാൻ കടയിൽ പോകുമ്പോൾ അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കയറിയിരുന്ന് നെഞ്ച് കൈവച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, അങ്ങക്ക് വേണ്ടി ചെറിയ പ്രായത്തിൽ ഒറീസയിൽ ഒരു മിഷണറിയായി പോയവനാണ് ഞാൻ. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും മരിക്കാതെ അവരെനിക്ക് തരുമാറാകണമേ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കണ്ണിൽ കൂടെ ധാരധാരയായി കാണും. എൻ്റെ ഭാര്യയുടെ അടുക്ക് ചെല്ലുമ്പോൾ ഞാൻ കണ്ണുനീരൊക്കെ തുടച്ചു. പക്ഷേ ജിജി എന്നെ നോക്കിയിട്ട് പറയും, അച്ഛനെ വെളിയിൽ പോയി കരഞ്ഞു ഇല്ലയോ? ദുഃഖത്തോട് ഞാൻ കരയുവാനിടയായിട്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ സൗഖ്യമായി, അത്ഭുതകരമായി ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ പാലക്കാട് വെച്ച് അൽമ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ വെച്ച് ദൈവം എനിക്കൊരു ആൺമകനെ ദാനമായി തന്നു. പ്രിയരെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ആ ഹോസ്പിറ്റലിൽ വെച്ച് ഇങ്ങനെ ഒരു വാക്യം തന്നു, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ പ്രയാസങ്ങൾ സംഭവിച്ചാലും നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള കരുത്ത് ആർജിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും പ്രിയരെ. അതുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ രണാങ്കണത്തിൽ പ്രവർത്തിക്കുന്നവരോട് ഒന്നേ പറയുവാനുള്ള, പ്രതിസന്ധികൾ വരുമ്പോൾ പിന്തിരിയരുത്. കർത്താവ് കൂടുണ്ട്. പ്രതിസന്ധിയെ മറികടന്ന് മുമ്പോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കും പ്രിയരെ. ആയതിനാൽ അങ്ങനെ മുൻപോട്ട് പോകവേ ദൈവത്തിന് സ്തോത്രം. സൂപ്പർ സൈക്ലോൺ ആഞ്ഞടിക്കുന്നു. വലിയ കൊടുങ്കാറ്റടിക്കുവാൻ തുടങ്ങി. എല്ലാവരുടെയും ഭവനങ്ങൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളെല്ലാം കുതിർന്ന് താഴെ പോകാനിടയായിട്ട് ഞാനും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് അവരെ സഹായിക്കുവാൻ കുറച്ച് തുകകൾ അയച്ചു. ഞങ്ങൾ നേരെ ചെന്ന് അരിക്കടയിൽ അരി കൊടുക്കുന്ന സ്ഥലത്ത് ചെന്ന് വലിയൊരു 410 വാനിനകത്ത് അരിയൊക്കെ കയറ്റി എല്ലാ ഏരിയകളിലും പോയി വിതരണം ചെയ്യുവാനിടയായിട്ട് ദൈവത്തിന് സ്തോത്രം. ഭക്ഷണം പോലും ഇല്ലാത്തവരെ സഹായിക്കുവാൻ അന്ന് കർത്താവ് ഇടയായി. വേലസ്ഥലമില്ലാത്ത സ്ഥലങ്ങളിൽ കടന്നുപോയി അരി വിതരണം ചെയ്യുവാനിടയായി തീർന്നു. ചില ഭവനങ്ങളിൽ അവരെ ഭവനം വെക്കുവാനായിട്ട് ചില തുകകൾ അന്ന് കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ പറയട്ടെ, ഏകദേശം ആ പ്രദേശത്ത് 5 സഭകൾ അത് കാരണം ഉടലെടുക്കുവാനിടയായി തീർന്നു. വലിയ അത്ഭുതകരമാകുന്ന ചർച്ചിന് ഗ്രോത്ത് ഉണ്ടായി. അനേകർ സ്നാനപ്പെടുവാനിടയായി തീർന്നു. അനേക സഭകൾ ഉടലെടുക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 1998, 97, 98 കാലഘട്ടങ്ങളിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ ദാസന്മാർ വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഏകദേശം 150ഓളം ദൈവദാസന്മാർ ബരാംപൂർ സിറ്റിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയരെ. ദൈവത്തിന് സ്തോത്രം.
നമ്മുടെ ദൈവം വേല വളർത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെ നമ്മൾ സഹായിച്ച അനേക സ്ഥലങ്ങളിൽ വേല വളരുവാനിടയായിട്ട് ദൈവത്തിന് സ്തോത്രം. വീണ്ടും പ്രൈസ് ദി ലോർഡ്. 2010 വന്നപ്പോഴാണ് കൊന്തമാൾ പ്രോസിക്യൂഷൻ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികൾ കടന്നു വന്ന് ഒറീസയുടെ ഭുവനേശ്വറിലും ബെരാംപൂർ സിറ്റിയിലും അവർ താമസിക്കുവാൻ തുടങ്ങി. അന്ന് നമ്മൾ വളരെ വിഷമിച്ചാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാനന്ന് പ്രാർത്ഥിച്ച് ചില ദേവദാസന്മാരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ആമേനെ ഓസ്ട്രേലിയയിലുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ ആമേനെ അവരെ സഹായിക്കുവാനായിട്ട് റിലീഫ് വർക്ക് നടത്തുവാനായിട്ട് ചില തുകകൾ ആമേനെ ചില കർത്താവിൻ്റെ ദാസന്മാരുടെ കയ്യിൽ കൊടുത്തുവിട്ട് കേരളത്തിൽ നിന്ന് അവർ കടന്നു വരുവാനിടയായിട്ട്. അപ്പോൾ അവർക്ക് അരി മേടിച്ചു കൊടുത്തു. ഞങ്ങൾ അരി മേടിച്ച് മുഴുവനും എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നോട് നമ്മുടെ ചർച്ചിലെ ഒരു മൂപ്പൻ ചോദിച്ചു, പാസ്റ്റർ, നിങ്ങൾ ഈ അരി കൊടുത്താൽ ആൾക്കാരെല്ലാം നിങ്ങളെ കയറി അറ്റാക്ക് ചെയ്യും. കാരണം വലിയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീ കത്തുന്നു, ടയർ കത്തുന്നു, വീട് കത്തുന്നു, ആൾക്കാരെ വെട്ടി കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. അവരെക്കുറിച്ച് FIR പറയാൻ പോലും ആരുമില്ല. വല്ലാത്തൊരവസ്ഥ, ആമേനെ, വല്ലാത്ത ഒരു പ്രതിസന്ധി. എൻ്റെ അമ്മ കേരളത്തിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്താ ഇങ്ങോട്ട് വരാത്തെ? അവിടെ ഒറീസ കത്തുകയാണ്, നീ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ജീവിക്കുകയാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്കാണ് വന്നത്. അവിടെ പ്രതിസന്ധി നടക്കുമ്പോൾ അവിടെ ഇട്ടേച്ച് നമ്മൾ ഓടിച്ചോടിയാൽ ആൾക്കാർ പറയും നമ്മൾ ആമേനെ എന്തിനാ പൈസയ്ക്ക് വേണ്ടിയാ വന്നത്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയല്ല. വലിയ പ്രശ്നമായപ്പോൾ ഇട്ടേച്ച് ഓടി എന്ന് പറയും. അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടത്തിൽ ആമേൻ മരണം സംഭവിച്ചാൽ പോലും ഒറീസയെ വിട്ട് ഞങ്ങൾ വരികയില്ലെന്ന് പറഞ്ഞവിടെ ദൃഢമായി നിൽക്കുവാനിടയായി തീർന്നു പ്രിയരെ. അങ്ങനെ അനേകരെ സഹായിക്കുവാനിടയായി തീർന്നു. നമ്മൾ അരി കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ അനേകര് കാക്കക്കൂട്ടം വരുന്നത് പോലെ വരുന്നത്. ഓരോരോ വീട്ടിനകത്ത് 250 പേരോളം പേടിച്ച് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ആമേൻ. എന്നെ വിളിച്ചിട്ട് ഒരു പാസ്റ്റർ പറഞ്ഞു, വളക്ക ബാബു, തുറാണി ചാടിവനായി, തുറാണി ഹലേബി അമ്മ പീബു. ഒറിയൽ ഇങ്ങനെയാണ് പറഞ്ഞത്, കഞ്ഞവെള്ളം പോലും കളയരുതേ, കഞ്ഞവെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. അവർക്കെല്ലാം നല്ല അരി ആമേനെ മില്ലിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിച്ചപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാർത്തികേ പാണ്ഡ്യ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അദ്ദേഹം IAS ഓഫീസറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു, ഈ അരി വിതരണം ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നോ, അരി വിതരണം ചെയ്യാൻ പാടില്ല. കാരണം ബെരാംപൂർ കത്തുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഞാനും SP-യും പോലീസ് ഓഫീസേഴ്സും ഒക്കെ ഉറങ്ങിയിട്ട് 2-3 ആഴ്ചകളായി. അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കളക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കളക്ടർ എന്നെ വീണ്ടും വിളിച്ചു. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ചാരിറ്റി ഇഷ്ടമുള്ളൊരു ആമേനെ കളക്ടറാണ്. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് അരി വിതരണം ആരംഭിച്ചു പ്രിയരെ. ആമേനെ 3 സെക്ഷനായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ അവരെ സഹായിച്ചു. അവർ പറഞ്ഞെന്താണെന്നറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ പോലും ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇത്രയും നല്ല ചോറ് ഞങ്ങൾ കഴിച്ചിട്ടില്ല. പാസ്റ്റർ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നു. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. കർത്താവിൻ്റെ പേര് നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിന് സന്തോഷമുണ്ടാകുന്ന യു ക്യാൻ മേക്ക് സ്മൈൽ ഗോഡ്. ഞാനത് കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കും നമ്മുടെ പ്രവൃത്തിയിലൂടെ. നമ്മളെ അതിനാണ് കർത്താവ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയിലൂടെ അനേകർ സന്തോഷിക്കണം. നമ്മളെ കണ്ടിട്ട് അനേകർ സ്തോത്രം ചെയ്യണം. നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് അനേകർ ദൈവത്തോട് നന്ദി പറയണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയരെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ചർച്ചുകളെല്ലാം തകർത്ത് അവരെല്ലാം പുല്ലുമേഞ്ഞ ചർച്ചുകളിലാണ് താമസിച്ചത്. എന്നാൽ ഇന്നെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറി. തകർത്തത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവത്തിന് പ്രത്യേകം പർപ്പസ് ഉള്ളത് കൊണ്ടാണ് തകർത്തത്. എന്തിനെന്നറിയാമോ? ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ, ദൈവത്തിന്റെ വലിയ മാസ്റ്റർ പ്ലാൻ അതിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തകർത്തത്. ദൈവത്തിന് പണിയാൻ അറിയാം. ദൈവത്തിന്റെ മാസ്റ്റർ പണി, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പ്രിയരെ. നമ്മൾ വിധേയപ്പെട്ടു കൊടുത്താൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ടിടയായിട്ടു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുവാനിടയായിട്ടു. വലിയ അത്ഭുതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും അതെ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാനില്ലാത്ത സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം ഒരു ബ്രദർ എന്നെ
എൻ്റെ കൂടെ പഠിച്ചൊരു സഹപാഠിയാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലിന് ഞരമ്പിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അയച്ചു തരാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം സൗഖ്യമായി തീർന്നതിന് ശേഷം ഞാൻ ചെന്നപ്പോൾ അവർ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനില്ല എന്നിട്ട് അവരെ സ്കൂളിന് വെളിയിൽ നിർത്തിയിരിക്കും. ഒരു പിതാവ് എന്ന രീതിയിൽ ഞാൻ കണ്ട് അവൻ തകർന്നുപോയി. ആ സ്കൂളിൻ്റെ മതിലിൽ ഞാൻ നിന്ന് പൊട്ടിക്കരയുവാനിടയായിത്തു. അപ്പോൾ ഒരു വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഞാൻ അവിടെ ചെന്നു, ഞാനും ഭാര്യയും. അപ്പോൾ എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത് പാസ്റ്റർ എന്ന് ചോദിക്കാൻ വേണ്ടി അവിടുത്തെ ആൻറ്റി, ടുളു ആൻറ്റി എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്തു, പാസ്റ്റർ കബയാസിവോ. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തത് എൻ്റെ മൂത്ത മകനാണ്. അപ്പോൾ ചോദിച്ചു, മോനെ സ്കൂളിൽ ജൈനാന്തി സ്കൂൾ പോയില്ലയോ? അപ്പോൾ അവർ പറഞ്ഞു, ഫീസ് അടച്ചിരിക്കുന്നതുകൊണ്ട് സ്കൂളിൽ കയറ്റുന്നില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആൻറ്റി അങ്കിളും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവർ ദുഃഖിതരായിട്ട് ഞങ്ങളെ നോക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് നിങ്ങളുടെ മക്കളുടെ ഫീസ് അടച്ചിട്ടില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. നമ്മളെ അറിയുന്ന വലിയവനായൊരു ദൈവമുണ്ട്. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ മോൻ ടാറ്റ നാനോ കമ്പനിയിലെ അന്നത്തെ എഞ്ചിനീയറാണ്. അന്ന് രാത്രിയിൽ അദ്ദേഹം ഞങ്ങളെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റർ ആ വർഷത്തെ മൊത്തം ഫീസ് കുഞ്ഞുങ്ങളെ ഞാൻ അടച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മളൊക്കെ ഒരു ചെറിയ കഷ്ടം വന്നാൽ ആ കഷ്ടത്തിലൂടെ വലിയ സന്തോഷം തരുന്ന ഒരു ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നത് പ്രിയരെ? നമ്മളെ കൈവിട്ടിട്ടുണ്ടോ? 26 വർഷം വാടക വീട്ടിൽ താമസിക്കുകയാണ്. ഈ 26 വർഷവും വാടക കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആമേൻ. പത്രോസ് വിശ്വാസത്തോടു കൂടെ നീ ആകുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ, വരിക എന്ന് പറഞ്ഞ വാക്കിൽ ചവിട്ടി ഇറങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുവാണെങ്കിൽ അത്ഭുതത്തിന്റെ ഒരു വലിയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കണ്ണി ശൃംഖല തന്നെ സംഭവിക്കുവാനിടയായിത്തീരും നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ, ചില ദൈവദാസന്മാർ എൻ്റെ മക്കളുടെ പഠനത്തിന് സഹായിക്കുവാനിടയായിട്ട് UK നിന്ന് അവരങ്ങനെയാണ് പഠിച്ചത്. ഒരു മകൻ BBA കഴിഞ്ഞു, ഒരു മകൻ ഏവിയേഷൻ്റെ പഠനം കോഴ്സ് കഴിഞ്ഞു, മോള് BSc നഴ്സിംഗ് പഠിക്കുന്നു. സ്റ്റീവ് ആൻഡ് സ്റ്റെഫി 3 മക്കളെ എനിക്ക് ദൈവം ദാനമായി തന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അനാഥമായി തീരില്ല. കർത്താവിൻ്റെ വേല ചെയ്താൽ, if you are going to build the God house and God is going to build your too. നമ്മൾ ദൈവത്തിൻ്റെ ഭവനം പണിഞ്ഞാൽ നമ്മുടെ ഭവനത്തെ പണിയുവാൻ നമ്മൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ 2014 കുവൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു ചർച്ചിൽ കർത്താവിൻ്റെ വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ശക്തമായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൻറ്റി എഴുന്നേറ്റ് പ്രവചിച്ചു, നിന്നുപോയ ഓർഫനേജ് വീണ്ടും ആരംഭിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ പച്ച സിഗ്നൽ വീണിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്ന് വീണ്ടും അനാഥ കുഞ്ഞുങ്ങളെ എടുക്കുവാനിടയായിട്ടു. ആമേൻ. ഒരു പ്രാവശ്യം ഒരു അമ്പലത്തിലൂടെ മുമ്പിലൂടെ പോകുമ്പോൾ കുഷ്ഠരോഗികൾ ഒരു കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നു. ഞാൻ ഭിക്ഷ ഒരു അല്പം പൈസ കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ ഭിക്ഷയല്ല, ആയിരിക്കുന്ന കുഞ്ഞിനെ നീ പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ദൂരെയാണ്. കാരണം അവിടെ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പിതാവിന് കുഷ്ഠരോഗം വന്നാൽ ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികളെല്ലാം അവരുടെ സ്ട്രീറ്റിൽ നിന്ന് മാറ്റി എക്സ്കമ്മ്യൂണിക്കേറ്റ് ആക്കി ഒരു ലോങ്ലി പ്ലേസിൽ അവരെ താമസിപ്പിക്കും. അവർക്ക് മരുന്നില്ല, സഹായമില്ല, ആരും നോക്കുവാനില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ അവിടെ ചെന്നു. അവരുടെ ഗ്രാമത്തിൽ വലിയ പാടാണ് മക്കളെ, ഭയങ്കര ദുർഗന്ധം. ഞാൻ കടിച്ചു പിടിച്ചു, കർത്താവേ ഞങ്ങളെ സഹായിക്കണം. ഞാനും ജിജിയും അവരുടെ ചെന്നു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, പ്രസംഗിക്കുവാൻ തുടങ്ങി. അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു, ഭക്ഷണം മേടിച്ചു കൊടുത്തു. അവരുടെ ഗ്രാമത്തിൽ ചെന്ന് അവരെ കൊണ്ട് വലിയൊരു ഭോജ്യങ്ങൾ അല്ലെങ്കിൽ വലിയൊരു സദ്യ അവർക്ക് കൊടുത്തു. സന്തോഷമായ അവർക്ക് പതുക്കെ പതുക്കെ അവരിലേക്ക് ഞങ്ങൾ അടുത്തു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അനേകരെ സ്ഥാനപ്പെടുത്തുവാൻ തുടങ്ങി. അവരുടെ കുഞ്ഞുങ്ങളെ 15 പേരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. 2 പേർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു, മിടുക്കിയാണ്. അവൾ പറയുന്നത് അവൾക്ക് ഡോക്ടറാണോ പറയുന്നത്, എല്ലാത്തിനും A+ ആണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ പ്രവർത്തനത്തിൽ സജീവമായി തീർന്നു. 4 കുഷ്ഠരോഗ ക്യാമ്പുകളിൽ ഞങ്ങൾ പോകുന്നു. അവർക്ക് വേണ്ട ബ്ലാങ്കറ്റ്, തണുപ്പ് സമയങ്ങളിൽ ബ്ലാങ്കറ്റും, അതുപോലെ തന്നെ ക്രിസ്മസ് സമയങ്ങളിൽ കടന്നു ചെന്ന് ഫുഡ്, അവർക്ക് നല്ല വസ്ത്രങ്ങൾ, അവരുടെ ആ വൂണ്ടുകളെ ഒക്കെ ഡ്രസ്സ് ചെയ്യാനുള്ള
മരുന്നുകളെ ഇതെല്ലാം കൊണ്ട് അവർ സഹായിക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മളതൊക്കെ ചെയ്യുമ്പോൾ ഇത് സന്തോഷമാണ് നമുക്ക്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നഗ്നനായിരുന്നു, എനിക്ക് ഉടുപ്പിച്ചില്ല, ഞാൻ തണുത്തു, നീ എനിക്ക് ബ്ലാങ്കറ്റ് പുതയ്ക്കാൻ തന്നില്ല, ഞാൻ ജയിലിലായിരുന്നു, നീ എന്നെ കാണാൻ വന്നില്ല, എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ശരിയല്ലയോ? ദൈവത്തിന് സ്തോത്രം. അതൊക്കെ ഇനിയിപ്പോൾ കേരളത്തിൽ കിട്ടണമെന്നെങ്കിൽ ഇതിപ്പോൾ വളരെ റെയറാണ്. പക്ഷേ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ നമ്മളെ കാത്തു കിടക്കുകയാണ്. തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പലപ്പോഴും വാടക കൊടുക്കുവാനായിട്ട് പ്രയാസപ്പെടാറുണ്ട്. ഓർഫനേജിൻ്റെ, ബോയ്സിൻ്റെ, ഗേൾസിൻ്റെ ഞങ്ങൾ താമസിക്കുന്നത്, പിന്നെ ഞങ്ങളെ ആരാധന നടക്കുന്ന സ്ഥലം, തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഭൃത്യന്മാരിലൂടെ ദൈവം അതത് സമയത്ത് വേണ്ടത് ദൈവം തന്നു പോറ്റുന്നുണ്ട്. പ്രിയരെ, ദൈവം ചിലരെ കരുതിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ദൈവവേലയിൽ നിരാശപ്പെടരുത്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ ഉത്തരം തരുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അനേകരെ സ്ഥാനപ്പെടുത്തുവാനിടയായിട്ട് സഭ വളരെ ശക്തമായ അനുഗ്രഹമായി മുൻപോട്ട് പോകും. ഒറീസയിലെ 30 ഡിസ്ട്രിക്റ്റുകളിലും കടന്നുപോയി പ്രസംഗിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഒറീസയിലെ അനേക സ്ഥലങ്ങളിൽ പോയി അരി വിതരണം ചെയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരും. ഒറീസയിലെ അനേക കുഷ്ഠരോഗ ക്യാമ്പുകളിൽ കടന്നുപോയി ബ്ലാങ്കറ്റുകൾ, ഫുഡുകൾ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒറീസയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കായി, ഒറീസയെ വിസിറ്റ് നോർത്ത് ഇന്ത്യൻ ഫീൽഡുകളിൽ വിസിറ്റ് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന രീതിയിൽ മുൻപോട്ട് ദൈവം നടത്തുന്നു. ഇന്ന് നമ്മുടെ ഓർഫനേജിൽ 15 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. ITA മുതൽ കോളേജ്, 10ാം ക്ലാസ്, അതുപോലെ തന്നെ LKG UKG വരെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങളും ഏറ്റ് നന്നായി നോക്കുകയും നന്നായി പഠിപ്പിക്കുകയും നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും. തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം കർത്താവിനെ അറിഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ മുഴുവനും യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള ഭാഗ്യം 23ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ബൈബിൾ കോളേജിൽ പഠിച്ചു. നോർത്ത് ഇന്ത്യയിലെ മിഷൻ വേലകളിലേക്ക് കടന്നു പോകാനിടയായിത്തീർന്നു. അനേകര് അവനെക്കുറിച്ച് യാതൊരു ഹോപ്പുമില്ല, അവനൊന്നും ആകത്തില്ല, അവൻ രക്ഷിക്കപ്പെടത്തില്ല നമ്മയോട് പറഞ്ഞവര് ഇന്ന് ഞങ്ങളോട് പറയുന്നത്, രാജേഷ്, നീ പോയ വഴിയിലൂടെ ഞങ്ങളുടെ മക്കളെയും കൂടെ കൊണ്ടുപോകാമോ എന്നാണ് ചോദിക്കുന്നത്. അതിന് കാരണമാക്കിയത് നമ്മൾ സേവിക്കുന്ന ദൈവമാണ്, യേശുവാണ്. 99 വിട്ട് 1 തെരഞ്ഞിറങ്ങിയ ആ ഇടയൻ, ആ നല്ല ഇടയനായ യേശുവാണ് എൻ്റെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഏതെങ്കിലും ഒരു കത്തിയിലോ കടാരയിലോ ഏതെങ്കിലും ഒരു കേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയറിലോ ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തി, മയക്കമരുന്നിന് അടിമയായി തീരേണ്ട വ്യക്തി, ആ വ്യക്തിയെ ദൈവം മാറ്റിമറിച്ച് നോർത്ത് ഇന്ത്യയുടെ വയലിൽ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേക ദൈവദാസന്മാർക്ക് അത്താണിയായി മാറുവാൻ, സ്വർഗം ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമ്മളെ കുറിച്ച് ആരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടോ, അവൻ ശരിയായില്ല, അവൻ അങ്ങനെ തന്നെ പോകും എന്നൊക്കെ പറഞ്ഞ ആ ഒടിയൽ പറയും വജസ്സാക്കു പ്രഭു ബദലിവേ, ദൈവം അതിനെ ചേഞ്ച് ചെയ്യും. ആമേൻ. നിന്നെ കുറിച്ച്, നിന്റെ കുഞ്ഞിനെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് പ്രിയരേ. ഹല്ലേലൂയ. ആയതിനാൽ നമ്മുടെ വിശ്വാസത്തെ ത്യജിച്ചു കളയരുത്. വിശ്വാസത്തിൽ മുൻപോട്ട് പോകണം. വിശ്വാസത്തിൽ മുൻപോട്ട് നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം. ഒറീസയില് അനേക ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഗ്രഹാം സെയിൻസിന്റെ മരണത്തിന് ശേഷം അനേക ദൈവദാസന്മാർ കടന്നു, അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല നടക്കുന്നുണ്ട്. നിങ്ങളെയും ഇത് കേൾക്കുന്നവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഒറീസയിലേക്ക് കടന്നു വരണം. ഒറീസ നോർത്ത് ഇന്ത്യ അല്ല, നോർത്ത് ഈസ്റ്റ് ആണ്. അവിടേക്ക് കടന്നു വരണം. അനേക സഭകൾ സ്ഥാപിക്കുവാനുണ്ട്. അനേക ദൈവദാസന്മാരെ സഹായിക്കുവാനുണ്ട്. പലപ്പോഴും ബുദ്ധിമുട്ടുന്ന അനേക ദൈവദാസന്മാരുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വരുമ്പോൾ സൈക്കിൾ മേടിച്ച്, സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ മേടിച്ച് കർത്താവിൻ്റെ ദാസന്മാർക്ക് കൊടുക്കും. അവരതൊക്കെ ചവിട്ടുന്നത് കാണുമ്പോൾ ഒരു ബുള്ളറ്റ് ചവിട്ടുന്ന അതേ പ്രതീതിയിലാണ് അവർ സൈക്കിൾ ചവിട്ടുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ സൈക്കിളിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് അവർ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കാറുള്ളത്. വലിയ ദേവദാസന്മാർ സൈക്കിൾ ചവിട്ടി കർത്താവിൻ്റെ സുവിശേഷം നടത്തുന്നു. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ല. നമുക്ക് ഇനിയും അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നോർത്ത് ഇന്ത്യൻ വയലിലേക്ക് കർത്താവ് മാടി വിളിക്കുന്നു. കൊഞ്ചായക കോന് മേരേലിയെ, ആര് ഞാൻ അയക്കും, ആരെനിക്ക് വേണ്ടി പോകും? പ്രഭു എന്നെ അയക്കുമാറാകണമേ. നമ്മുടെ ജീവിതം ഫലപ്രദമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ.
നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. നമുക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവദാസന്മാരിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, ആമേനെ, വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയെ സഹായിക്കുവാൻ സാധിക്കും, പ്രാർത്ഥിക്കുവാൻ സഹായിക്കും. കടന്നു വന്ന് നിങ്ങളുടെ പ്രസൻസും ആവശ്യമാണ്. ഇത്രയും സമയം എൻ്റെ ഈ എളിയ സാക്ഷ്യം ഈ മീഡിയയിലൂടെ സംസാരിക്കാൻ ആവശ്യമായി ദൈവകൃപ തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല നന്ദിയും കരയറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാണ്. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ നിത്യനുമായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട മീഡിയയിലൂടെ സാക്ഷ്യം നോർത്ത് ഇന്ത്യയിലെ വേലയെക്കുറിച്ച് ആമേൻ വിവരിക്കുവാൻ തക്കവണ്ണം കർത്താവ് മുഖാന്തരമാക്കി അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ആമേൻ എളിയവന്റെ ഈ സാക്ഷ്യം അനേകർക്ക് പ്രചോദനമായി മാറട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിൽ കർത്താവിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ആരെങ്കിലും കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ, കണ്ണുനീരോടെ കരയുന്നുണ്ടെങ്കിൽ, തമ്പുരാനെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ തലമുറയെ നീ വിടുവിക്കണമേ. ദൈവശക്തി ഞങ്ങൾ അയക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ, നീ പ്രാർത്ഥന കേൾക്കണമേ. മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കണ്ണുനീരിനെ ആമേൻ ഹല്ലേലൂയ ആമേൻ കണ്ട് മറികടന്നു പോകാത്ത സർവശക്തനായ ദൈവമേ, ദാവീദുപുത്ര കരുണയുണ്ടാകണമെന്ന് തോന്നിയപ്പോൾ ആ വിളിയിൽ നിന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ആ വ്യക്തിയെ സൗഖ്യമാക്കിയതുപോലെ ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പരിപൂർണമായ സൗഖ്യം വിടുതലും ഉണ്ടാകട്ടെ കർത്താവേ. നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ അനേക ദൈവദാസന്മാരെ നീ അയക്കണമേ. സുവിശേഷത്തിന് വയലുകൾ വിളഞ്ഞു കിടക്കുന്നപ്പാ അനേക ദൈവഭൃത്യന്മാർ കടന്നു പോകട്ടെ കർത്താവേ. അതിന് സഹായിക്കുമാറാകണം. ഈ മീഡിയ അതിന് വലിയൊരു സഹായമായി മാറട്ടെ കർത്താവേ. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ഘടനായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ.